I would like to spend more time in prayer. However, when I find time to pray, I'm just not able to concentrate or spend a lot of time in God's presence. Please help എന്നൊരാൾ പറഞ്ഞു. തുടക്കക്കാരായിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഒന്ന്, നിങ്ങളുടെ ഫോണിന് നിങ്ങൾ എവിടെയെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കൂ, എവിടെയെങ്കിലും ദൂരെ കൊണ്ടുവന്ന് വെക്കുക. കാരണം തുടക്കക്കാരായിട്ടുള്ള ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം ആ ഫോണിലോട്ട് നോക്കിയിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഞാൻ പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് വേയ്സാണ് പറഞ്ഞിരുന്നത്. രണ്ട്, നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ റൂംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു റൂം അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഏരിയ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമായിട്ട് വെക്കാം. ഞാൻ അങ്ങനെ എൻ്റെ ബെഡ്റൂമിൽ നിന്ന് തന്നെ മാറിപ്പോയി പ്രാർത്ഥിക്കുമ്പോഴാണ് കുറച്ചും കൂടി എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് കിട്ടുന്നത്. മറ്റുള്ളവർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒന്നും ചോദിക്കുകയോ ഒക്കെ ചെയ്യാത്ത ഒരു സമയം സെലക്ട് ചെയ്ത് നമ്മളൊരു സ്ഥലത്തിരിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു കോൺസെൻട്രേഷനിൽ പ്രാർത്ഥിക്കാൻ പറ്റും. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ചിന്തകൾ. ഇനി ഇതെല്ലാം സെറ്റാക്കിയാലും രണ്ടാമത് വരുന്ന ഒരു വലിയ പ്രശ്നം എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മുടെ ചിന്തകളാണ്. എത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും നമ്മുടെ ചിന്തകൾ നമ്മളെ പലയിടത്തോട്ട് വലിച്ചുകൊണ്ടുപോകും. അത് നിങ്ങളെ മാത്രമല്ല, ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കാൻ ഇരുന്നാലും അപ്പം എനിക്ക് എന്തെല്ലാം ഓഫീസിൽ മുടങ്ങി കിടക്കുന്നുണ്ട്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എന്തെല്ലാം പ്രശ്നമുണ്ട്, ആരോടൊക്കെ എന്തൊക്കെ പറയാനുണ്ട്, എല്ലാം തെളിഞ്ഞു വരുന്ന രണ്ട് സമയങ്ങളാണ്. ഒന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയവും രണ്ടാമത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയവും. ചില സമയത്ത് നമുക്ക് മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തികട്ടി വരുന്നുണ്ടാവുമായിരിക്കും. വേദനയുടെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. മറ്റത് നമുക്ക് ചെയ്ത് തീർക്കേണ്ട വർക്കുകൾ, വീട്ടിലുള്ള റെസ്പോൺസിബിലിറ്റികൾ, ഇതെല്ലാം കൂടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും നമ്മുടെ മനസ്സിൽ. ഇതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ത്രോൺ റൂമിനകത്തേക്ക്, അതിനെ ശക്തി ചെയ്യുന്ന, അതിനെ അടയ്ക്കുന്ന ഒരു സ്ഥലത്തിനകത്തേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നതാണ്. അതിനെങ്ങനെ പ്രവേശിക്കാൻ പറ്റും? അതിന് ആരാധനയുടെ തലത്തിലാണ് നമുക്ക് ഈ വാതിലുകളെ നമുക്ക് അടയ്ക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ എങ്ങനെ ആരാധനയുടെ തലത്തിലേക്ക് പോകും? നിങ്ങൾക്ക് തന്നെ പാട്ടുകൾ പാടി തുടങ്ങാമെങ്കിൽ പാട്ടുകൾ പാടുക, അല്ലെങ്കിൽ മൊബൈൽ വേറെ സ്ഥലത്താണെങ്കിലും വേറെ ഏതെങ്കിലും ഉപാധികൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും വർഷിപ്പ് സോങ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് രൂപപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥന തുടങ്ങുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? നിങ്ങളുടെ കോൺസെൻട്രേഷൻ അധികം മാറാതെ അതിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു കോൺസെൻട്രേഷൻ നമ്മുടെ അകത്ത് രൂപപ്പെടും. നമുക്ക് ക്ലിയർ ആയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. സമയം പോകുന്നത് നമുക്ക് അറിയാത്ത വിധത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റും.